ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് ഒരു കിടിലൻ ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. അഞ്ചാമത്തെയും അവസാനത്തെയുമായ നമ്മൾ പ്രൊമോയിൽ കണ്ട ഡിബേറ്റ് ടാസ്ക്കാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്. ഷാരികേനെ കൺഫെഷൻ റൂമിൽ വിളിച്ചാണ് ഈ ഒരു ടാസ്ക് കൊടുക്കുന്നതായിട്ട് അറിയിച്ചത്. ഷാരിക എല്ലാവർക്കുമായിട്ട് വായിച്ചു കൊടുക്കുന്നു. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന 7 റൗണ്ടുള്ള ഒരു ഡിബേറ്റ് ടാസ്ക്കാണിത്. ആദ്യഘട്ടത്തിൽ 4 റൗണ്ടും പിന്നീട് 3 റൗണ്ടുമായിരിക്കും നടക്കുന്നത്. ഓരോ ആൾക്കാർക്ക് സംസാരിക്കാൻ 2 മിനിറ്റ് സമയം നൽകുന്നുണ്ട്. അതിൽ സംസാരിക്കേണ്ടത് ആരൊക്കെയാണെന്നും ബിഗ് ബോസ് അവിടെ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് കലാഭവൻ സരിക ഹോട്ട് സീറ്റിൽ വ്യക്തിഗത ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുള്ളതല്ല എന്ന് കലാഭവൻ സരിക വാദിക്കുക. അതിനെതിരെ സംസാരിക്കേണ്ട ആളെ കലാഭവൻ സരികയ്ക്ക് തന്നെ തിരഞ്ഞെടുക്കാം. അതായത് ആദില, നൂറ ഇവരിൽ ഒരാളെയാണ് കലാഭവൻ സരിക തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇതിന് സരിക തിരഞ്ഞെടുക്കുന്ന ആൾ വാദിക്കേണ്ടത് ഹോട്ട് സീറ്റിൽ വ്യക്തിഗത ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ തെറ്റില്ല എന്നതിനെയാണ് വാദിക്കേണ്ടത്. രണ്ടാമതായിട്ട് നെവിനും ശൈത്യയുമാണ് വാദിക്കേണ്ടത്. ഈ വീട്ടിൽ തുടരാൻ യോഗ്യത ഏറ്റവും കൂടുതൽ എനിക്കാണ് എന്നുള്ള വിഷയത്തെ പറ്റിയാണ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കേണ്ടത്. മൂന്നാമതായിട്ട് അക്ബർ പറയുന്നു ഗ്രൂപ്പ് ഗെയിമാണ് ഈ ഒരു ബിഗ് ബോസിൽ ഏറ്റവും നല്ലത് എന്ന് അക്ബർ വാദിക്കുക. നേരെ തിരിച്ച് അഭിലാഷ് സംസാരിക്കുന്നത് ഇൻഡിവിജ്വൽ ഗെയിമാണ് ബിഗ് ബോസിൽ ഏറ്റവും നല്ലത് എന്ന് വാദിക്കുക. നാലാമതായിട്ട് ഒനിയിലും ഷാരികയുമാണ് സംസാരിക്കേണ്ടത്. ഡെഡ് സോണിൽ നിന്നും ഞാൻ മാത്രമായിരുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരാൻ അർഹയായിട്ടുള്ളത് എന്ന് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുക എന്നതാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ടാസ്ക്. അതുപോലെ ഈ ഒരു ഡിബേറ്റിൻ്റെ വിധികർത്താക്കൾ എന്ന് പറയുന്നത് ധൈര്യശാലികളായിട്ട് വന്ന ആര്യനും അനീഷും അതുപോലെ തന്നെ ജിസയിലും പിന്നെ കലാഭവൻ സരിക ആദില, നൂറയിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യുമല്ലോ. അപ്പോൾ സെലക്ട് ചെയ്യുന്ന ആളല്ലാത്ത ആളും ജഡ്ജായിട്ടിരിക്കുന്നതായിരിക്കും. അതായത് കലാഭവൻ സരിക ഇപ്പോൾ നൂറേനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദിലയും ജഡ്ജായിട്ടിരിക്കുന്നതായിരിക്കും. ഓരോ റൗണ്ട് കഴിയുമ്പോഴും വിധി നിർണ്ണയം നടത്തേണ്ടതുണ്ട്. അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് 150 പോയിൻ്റ് ആയിരിക്കും ലഭിക്കുന്നത്. അങ്ങനെ ഈ ഒരു ടാസ്കിൽ വിജയിക്കുന്ന ഒരാൾക്ക് പണിപ്പുരയിലേക്ക് ഡയറക്റ്റ് പ്രവേശനവും ബിഗ് ബോസ് അനുവദിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടാസ്ക് ലൈവിൽ നടക്കുകയാണ്. ആർക്കാണ് പണിപ്പുര പ്രവേശം കിട്ടിയതെന്നല്ല നമ്മൾ ലൈവിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.